ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിനിമൻ വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു സിമ്പിൾ വൺ ഡേ ട്രിപ്പുമായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. വേറെ എവിടേക്കല്ല, നമ്മുടെ കൊച്ചി ആൻഡ് മട്ടാഞ്ചേരിയാണ് ഗൈസ്. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ വ്ലോഗിൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കാശി ആർട്ട് കഫേയിലേക്ക് ചെന്നു ഗൈസ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേയാണ് ഗൈസ്. നമ്മൾ അവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഡിസേർട്ട്സ് ട്രൈ ചെയ്തു ഗൈസ്. പോമാഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഡിസേർട്ടാണ്. നമ്മൾ ഒരാൾ തന്നെ പോകുമ്പോൾ കഴിക്കാൻ പറ്റില്ല ഗൈസ്. ചെറിയൊരു ഇതാണെങ്കിൽ പോലും നമ്മൾ 2-3 പേരൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കൊച്ചിയിലെ കേരള ഹോട്ടലിൽ പോയി ഗൈസ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഗൈസ്. നമ്മൾ അവിടുത്തെ പൊടി ഇഡലി ട്രൈ ചെയ്തു, പിന്നെ ഫിൽറ്റർ കോഫിയും ട്രൈ ചെയ്തു ഗൈസ്. പൊടി ഇഡലി പറയാനല്ല, നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷെ ഫിൽറ്റർ കോഫി അത്ര പോരായിരുന്നു ഗൈസ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പം നിങ്ങളും കൊച്ചിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ 2 ഫുഡ് സ്പോട്ടിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂയിഷ് സ്ട്രീറ്റിൽ സിനഗോഗ് കാണാനാണ് പോയത്. ബട്ട് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ പോവുകയാണെങ്കിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഗൈസ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്തത് പെർഫ്യൂം ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു അടിപൊളി പ്ലേസിലാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പോലീസ് മ്യൂസിയത്തിലേക്കാണ്. രാജാക്കന്മാരുടെ കാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള പോലീസുകാരുടെ ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നേരെ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ചീനവല കാണാൻ പോയി. ഒരുപാട് ഫ്രഷ് ആയിട്ട് മീനുകളെ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മീനുകളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ വാട്ടർ മെട്രോ കൊച്ചി കാണാൻ പോയി. എല്ലാവരും തന്നെ ട്രൈ ചെയ്യേണ്ട ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ് വാട്ടർ മെട്രോ. വളരെ സ്പേഷ്യസ് ആയിട്ടും ഒരുപാട് ആളുകൾക്ക് ട്രാവൽ ഒരു സമയം ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. വിൻഡോ സൈഡിൽ കൂടെ നമ്മൾ കാണുന്ന കായലിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. ഡോൾഫിൻ പോലത്തെ ഫിഷുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു മെട്രോയിൽ കയറുന്ന അതേ ഫീൽ തന്നെയാണ് ഗൈസ് നമുക്ക് ഈ വാട്ടർ മെട്രോയിലും കയറുമ്പോൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഫോറം മാളിൻ്റെ തൊട്ടടുത്തുള്ള ചീനവല റെസ്റ്റോറൻറ്റിലേക്കാണ് ഗൈസ് പോയത്. ഒരു 15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ആ വെയിറ്റിന് വർത്തായിട്ടുള്ള രീതിയിലായിരുന്നു ഗൈസ് ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഗൈസ്. നമ്മളിപ്പോൾ കാണുന്നത് നെയ്മീൻ പൊള്ളിച്ചതാണ് ഗൈസ്. ഈ നെയ്മീൻ നമുക്ക് തന്നെ പോയി സെലക്ട് ചെയ്ത് അപ്പം തന്നെ അവർ കുക്ക് ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രോൺസ് തവ ഫ്രൈ, ബസ്മതി റൈസ് ആൻഡ് പൊറോട്ട ഇത്രയാണ് അവിടുന്ന് ട്രൈ ചെയ്തത് ഗൈസ്. ടേസ്റ്റ് അടിപൊളിയാണ്, പക്ഷെ കോസ്റ്റും അതുപോലെ തന്നെയാണ് ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഫോറം മാളിലെ സ്പീഡ് വേയിൽ ഗോ കാർട്ടിങ്ങും ക്രിക്കറ്റും ട്രൈ ചെയ്യാൻ പോയി ഗൈസ്. ഗോ കാർട്ടിങ്ങിനെ പറ്റി പറയാതെ പോയി ഗൈസ്. അത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞ് ലുലുവിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം കഴിച്ച് നമ്മൾ KSRTCക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.